أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي മഹാന്മാരായ ആലിമീങ്ങളെ, സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. രണ്ട് കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഒന്നാമതായി പറയാനുള്ളത്. ഈ വിഷയം ഒരു സാധാരണ വിഷയമല്ല. ഒരു വിഷയത്തിനെ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന രീതിയോ പ്രൗഢിയോ ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. ഒരു വയല് പറയല്ല, ഒരു വസ്തുത നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വളരെ ക്ഷമയോട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഇത് ഇന്ന് ചെയ്യാനുള്ള ഏറ്റവും വലിയ അമലും ഇബാദത്തുമാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഖാജയെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും ഒരു വിഷയമായി ഒരു ദിവസം സംസാരിക്കുന്ന ആദ്യത്തെ ദിവസം ഇന്നായിരിക്കും. പക്ഷേ ഈ അടുത്ത ദിവസങ്ങൾ ഈ വിഷയത്തിലേക്ക് പഠിച്ചിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഇത് ഗഹനവും വളരെ ഗൗരവമാണ്. ഒരു വിഷയത്തിന്റെ ലാഘവത്തോടുകൂടെ നമ്മൾ ചില വിഷയത്തെ സമീപിക്കും. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത ഒരാളാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു. അതെനിക്ക് ഓരോ ദിവസം ഇതിലേക്ക് ഞാൻ ഏർപ്പെട്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെടുകയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ആളെ കാണുന്നില്ല ചരിത്രത്തിൽ, അത്രയും വലിയ ആളാണ്. പല ആളുകളെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തോ ഖാജ എവിടെയോ ആണ്. ഖാജ നമ്മുടെയൊക്കെ ചിന്തക്ക് അതീതമായ ഒരു സ്ഥാനത്താണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു ഭയങ്കര ഒരു സ്ഥാനത്താണ്. അതൊക്കെ ഒരു മനുഷ്യന് കഴിയുമോന്നും ചിലപ്പോഴൊക്കെ ആലോചിച്ചു പോയി. അങ്ങനെ അത്രയും വലിയ ആളാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു. വലിയ ആളാണ്. വലിയ ആള് എന്നൊക്കെ നമ്മൾ പരസ്പരം പറയുന്ന ഒരു തലമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അപ്പുറമുള്ള ഒരാളാണ്. വലിയ ആളാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. നമ്മൾ ഈ ദിവസം ഈ കിതാബ് ഓടുന്നതും വായിക്കുന്നതും ചരിത്രമൊക്കെ വായിക്കുന്ന ഒരാളാണല്ലോ, എന്നിട്ട് ഇന്നെങ്ങനെ ഇതെന്താ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്തോ സംഭവിച്ചതുപോലെ തന്നെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇങ്ങനെ ഒരു ചരിത്രം വായിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച് വായിച്ച ഏറ്റവും കൂടുതൽ സങ്കീർണവും ഗൗരവമായ വിഷയം ഖാജയുടെ ചരിത്രമായിരിക്കും എന്ന് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ തുറന്നു പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു ആ മഹാനെ പിന്തുടരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വലിയ ആളാണ് എന്ന് പറഞ്ഞാൽ ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഖാജ കയറി ചെന്നപ്പോൾ പാട്ട് കച്ചേരി നടത്തിയെന്നാണ്. ഖാജ പാട്ടിന്റെ ആളാണ്, ഗൗസുൽ ഇൽമിന്റെ ആളാണ്. വലിയ കവിത ഇഷ്ടപ്പെട്ട ആളല്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 200 പാട്ടുകാരാ റസൂലുള്ളാഹിക്ക്. നിങ്ങൾ എവിടെയാ മാപ്പിളാരെ? എന്ത് നിങ്ങൾക്കൊക്കെ പറ്റിപ്പോയിട്ട് പാട്ട്? ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വേണം. ഇഷ്കിന്റെ കവിതകൾ മതിമറന്നു മനുഷ്യൻ. ഇഷ്കിന്റെ കവിത കേട്ടിട്ട് മതിമറന്നു. എനിക്ക് അജ്മീർ എന്ന് കേട്ടാൽ കോടിയുള്ള വലിയ കാര്യം എന്താണ്, ഭയങ്കര കവാലി ഇങ്ങനെ കേൾക്കും. ഇഷ്കിന്റെ കവിതകൾ ഭയങ്കര ലയിച്ചു. നമ്മൾ ഭയങ്കര നമ്മളെന്ന് പറഞ്ഞു. എന്താണ് ഇഷ്കിന്റെ കവിതകൾ? നമ്മൾ റസൂലുള്ളാഹിയുടെ മുന്നിലാണോ തോന്നിപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഖാജയുടെ കാലത്ത് ജീവിക്കണമെന്ന് തോന്നിപ്പോ. ഭയങ്കര ഖുർആൻ എന്ന് പറഞ്ഞത് ആശയത്തിലും അതിന്റെ ഗഹനത്തിലും സംഗീതത്തിന്റെ അപ്പുറത്തല്ലേ. സംഗീതം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ ആരോഹണവും അവരോഹണവും. അത് കവിതയിലെത്തും. അത് കവിത മധുരവും അതിലും ആശയ സംപുഷ്ടവും. അതിനപ്പുറത്താണ് വിശുദ്ധ ഖുർആൻ. എന്താണത്? കേറ്റ് സ്റ്റീവൻസിന് ഖുർആൻ കേട്ടപ്പോൾ അയാളുടെ രോഗം മാറി എന്നല്ലേ പറഞ്ഞത്? ചരിത്രമല്ലേ അത്? ഖുർആൻ കേട്ടപ്പോൾ മധുരമായ ഖുർആനോട്ട് കേട്ടു. ഒരു സുഡാനി ബാലൻ വന്നിട്ട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ വന്നിട്ട് ഖുർആൻ ഓടി.
തേം അങ്ങോട്ട് മാറി. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന സൂറത്തുർ റഹ്മാൻ ഓടിയപ്പോൾ മാറിയ മനുഷ്യൻ. ആ കെ.ടി. സ്റ്റീവൻസിന്റെ ഇന്നത്തെ പേര് യൂസുഫ് ഇസ്ലാം എന്നാണ്. മധുര മനോഹരമായ ശബ്ദമാണ് ഇതിന് കാരണം. വെറുതെ ചിന്തിക്കരുത്. മധുര മനോഹരമായ ശബ്ദത്തിനപ്പുറം ഒന്നുമല്ലാതെ എന്തുകൊണ്ട് അതിന്റെ ആശയം അറിയാൻ അന്ന് ഈ കെ.ടി. സ്റ്റീവൻസിന് കഴിവില്ല? മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? നല്ലോണം കുറച്ച് ചിന്തിക്കണം. നമ്മൾ നല്ല കുത്തുബ ഓടി കേൾക്കുന്നത് കേട്ട കരഞ്ഞു. അതിന്റെ ഉള്ളിൽ അറബി തന്നെ ആയിരിക്കും, അറബി മതിരാനോ, പക്ഷെ അതിന്റെ ആ മധുരമായ ശൈലി കൊണ്ട് കരഞ്ഞു. അതിന്റെ ഉള്ളിൽ നമ്മൾ അറിയൂല എന്താണ് പറഞ്ഞത്, പക്ഷെ അറിയും. ഹറമിൽ നിന്ന് ഖുർആൻ ഓടുന്നത് കേട്ടിട്ട് തറാവീഹ് നിസ്കരിച്ച് എൻ്റെ കൂടെ നിസ്കരിച്ച ഒരാൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞു. ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അദ്ദേഹം ഹറമിൽ തറാവീഹിന് പോയി. തറാവീഹ് ഹറമിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കവേ കൂടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്, കള്ളിത്തുണി എടുത്ത മനുഷ്യൻ ഓത്ത് കേട്ടിട്ട് കരയാൻ തുടങ്ങി. ഒരു മനുഷ്യൻ കരയാൻ തന്നെ, നാടനാണ്, ഒന്നും അറിയാത്തൊരു പാവം എന്ന് തോന്നും കണ്ടാൽ. പക്ഷെ ഓത്ത് കേട്ട് തുടക്കം മുതൽ കരഞ്ഞുപോയി. തറാവീഹിന്റെ അവസാനത്തെ റക്അത്തിൽ അയാൾ വീണു, അയാൾ മരിച്ചു. ഈ സഹോദരൻ എന്നോട്, ഈ കോഴിക്കോട് ജില്ലക്കാരനായ ഒരു സഹോദരൻ എന്നോടത് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ കുടിച്ചുപോയി ഉസ്താദെ, ആ മരിച്ചാൽ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ശബ്ദമാണ് അവിടെ സ്വാധീനിക്കുന്നത്. ജർമ്മൻ എയർവേസിന്റെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ലണ്ടനിൽ നിന്ന് കയറി അമേരിക്കയിലേക്ക് പോകുക. അപ്പോൾ അവര് താടിയോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഫ്രാങ്ക്ഫർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒന്നിരിക്കൽ നിങ്ങൾ ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ വാഷ് ബേസിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ താടി പഠിക്കുക, അല്ലാതെ ഫ്ലൈറ്റിൽ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല, നിങ്ങൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു. അറിയവർക്ക് തീവ്രവാദിയല്ല ആര്, കാരണം ലോകം അറിയുന്ന ആളല്ലേ കെ.ടി. സ്റ്റീവൻസ്. കെ.ടി. സ്റ്റീവൻസ് തീവ്രവാദിയല്ല എന്ന് ആർക്കും അറിയാത്തത്. പക്ഷെ നിങ്ങളെ ഈ താടിയോടുകൂടെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് പേടിയാണ് എന്ന് എയർ ഹോസ്റ്റസ്മാർ പറഞ്ഞു. ഒന്നിരിക്കൽ നിങ്ങൾ വാഷ് ബേസിൻ്റെ അടുത്ത് പോയി താടി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങണം, അമേരിക്കയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ജർമ്മൻ എയർവേസിൻ്റെ ആളുകൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങാം, പക്ഷെ താടി പഠിക്കില്ല, ഞാൻ എൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ മാപ്പിളരെ നമ്മള്? ഞാൻ എൻ്റെ ഹബീബിന്റെ സുന്നത്തിൽ ഉപേക്ഷിക്കില്ല. ആര് തറ താടി നെഞ്ചു മുഴുവൻ നിറഞ്ഞു കിടക്കണ യൂസുഫ് ഇസ്ലാം. ആ മനുഷ്യൻ 10-15 കൊല്ലം മുമ്പ് വരെ തികഞ്ഞ ജൂതന. ഹാളിൽ പാട്ട് നടത്താൻ, കച്ചേരി നടത്താൻ സൗകര്യം കൊടുത്തു. ആർക്ക്? ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹുവിന് പാട്ട് കച്ചേരി നടത്താൻ സൗകര്യം കൊടുത്തിട്ട് ഓതലാളം ദർസ് ഹാളിലേക്ക് പോയി ദർസ് നടത്തി. രണ്ട് ത്വരീഖ, ഒന്ന് ചിശ്തി ത്വരീഖ, ഒന്ന് ഖാദിരി ത്വരീഖ. ചിശ്തി ത്വരീഖ് വജ്ദ് സമാഅ, ആനന്ദിച്ചിട്ട് അള്ളാഹാണ് മനസ്സിലാക്കുക. അങ്ങനെയാ. ഖാദിരി ത്വരീഖത്തെ ഇൽമാണ്, ഭയങ്കര പ്രവാഹമായ ഇൽമാണ്. അപ്പൊ രണ്ട് ത്വരീഖായതുകൊണ്ട് ഇവിടെ പാട്ട് കച്ചേരി തുടങ്ങുന്നതോടുകൂടെ റസൂലുള്ളാഹി നേരെ ദർസ് ഹാളിലേക്ക് പോയി. ദർസ് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ പെട്ടെന്ന് എണീറ്റിട്ട് ഒരു ഇരുമ്പിന്റെ കുണ്ടം ഓടിയെടുത്തിട്ട് പെട്ടെന്ന് കുത്തിപ്പിടിച്ച് നിന്നു. പേടിച്ചോയി ആളുകൾ മുഴുവനും. ആർക്കും അന്ന ഭാവമാറ്റം പോലും ബേജാറായിപ്പോയി. പിറ്റേന്ന് സുബഹ് കഴിഞ്ഞപ്പോൾ ഹാജയോട് റസൂലുള്ളാഹിയോട് ആളുകൾ ചോദിച്ചു, എന്തേ ഇന്നലെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, മുഈനുദ്ദീൻ ഇഷ്ഖിൽ ലയിച്ചിട്ട്, അള്ളാഹുവിന്റെ ഇഷ്ഖിൽ അങ്ങോട്ട് ലയിച്ചിട്ട് ആ ലയം കൊണ്ട് ബഗ്ദാദ് അട്ടിമറിയുമോ എന്ന് ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ കുന്തൻ കുത്തിപ്പിടിച്ചത് എന്ന് പറഞ്ഞു. ഒരൊറ്റ തവണ ഒരു മനുഷ്യൻ ഈമാനോടുകൂടെ റസൂലുള്ളാഹിനെ കണ്ടാൽ അപ്പ മനുഷ്യനാണ് നന്നായി. അത് പഠിപ്പ, അതെന്ത് പഠിപ്പ? അതൊരൊറ്റ കാണല, അതൊരു കാണല കഴിഞ്ഞു. ഒരു സെക്കൻഡിൽ ഒരാള് ഒരാള് ഹബീബാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് സെക്കൻഡ് ഈമാനോടുകൂടെ ഇങ്ങനെ നോക്കി നിന്നാൽ മതി. ആ മനുഷ്യൻ മുഅ്മിനായി ആദിലായി, അവനെ തെറ്റിയില്ല, നീതിക്കെതിരെയില്ല. എൻ്റെ സ്വഹാബികൾ മുഴുവനും നീതിമാന്മാരാണെന്ന് ഹബീബായ നബി. ഇതെന്ത് പഠിപ്പ? അതനുഭവം.